Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു പാസ്റ്റ് സീനായിരിക്കും കാണിക്കുക. ആ ഒരു പാസ്റ്റ് സീനിൽ റിപ്പർ കെനിയെ ഒരു ടൈറ്റൻ അങ്ങനെ മുറുക്ക പിടിക്കുകയാണ്. ഇനിയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ചെറിയ കത്തി ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്നെ കഴിഞ്ഞും കരുത്തനായ ഒരു പോരാളിയുമായിട്ട് ഞാൻ ഏറ്റുമുട്ടുന്നത് പറയും. അപ്പോഴായിരിക്കും കെനി അതൊരു ടൈറ്റനാണെന്ന് തിരിച്ചറിയുക. ആ ടൈറ്റനോടൊപ്പം വന്ന ഒരു മനുഷ്യനാണെങ്കിൽ കെനിയെ കൊല്ലാനായിട്ട് ഗൺ മുകളിലേക്ക് ഉയർത്തും. അപ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന വേറൊരാള് അയാളോട് പറയും, അവനെ കൊല്ലേണ്ട ആവശ്യമില്ല, നമ്മളെക്കുറിച്ചുള്ള രഹസ്യം അത് അവൻ അറിയണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരോ ആണ് ആ കാര്യം അവനെ അറിയിച്ചത്. ഇവിടെ കെനിക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല. മതിലിനകത്ത് എങ്ങനെ ടൈറ്റൻ വന്നു, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത് ചിന്തിച്ച് അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവിടെ ഇടയിലുള്ള ആ ബ്ലാക്ക് ഷിപ്പ് അതാരാണെന്ന് ആദ്യം നമുക്ക് കണ്ടെത്തണമെന്ന് പറയും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഇഷ്ടമുള്ളവനാണെങ്കിൽ ടൈറ്റന്റെ അകത്തുള്ളവനോട് പറയും, എങ്കിൽ അത് ആരാണെന്ന് നിന്റെ പവർ ഉപയോഗിച്ച് എത്രയും വേഗം കണ്ടെത്ത്. അതിനവൻ പറയും, ഇല്ല, എന്നെ കൊണ്ട് അതിനാവില്ല, അവൻ അക്രമാൻ ഫാമിലിയിലുള്ളതാണ്, അതുകൊണ്ട് ഈ പവർ ഉപയോഗിച്ച് അവനെ കൊണ്ട് അത് പറയിക്കാൻ പറ്റില്ല. അക്രമാൻ ഫാമിലിയിലുള്ള ഒരാളാണ് ഈ കെനിയെങ്കിൽ അവൻ എന്നെ കൊല്ലാനുള്ള ശ്രമം അത് തീർത്തും വ്യക്തിപരമായിട്ടായിരിക്കും എന്ന് പറയും. അടുത്ത നിമിഷം കെനിയാണെങ്കിൽ അവന്റെ നേർക്ക് കത്തി വലിച്ചെറിയും. അവനാണെങ്കിൽ സിമ്പിളായിട്ട് അത് ബ്ലോക്ക് ചെയ്യും. ട്രേസ് ആണെങ്കിൽ അവനോട് പറയും, ഓക്കെ, നിനക്കത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഞാൻ ചെയ്യാം, അവന്റെ കഥ ഞാൻ കഴിക്കാന്ന് പറഞ്ഞ് ഗൺ പോയിന്റ് ചെയ്യും. കെനിക്കാണെങ്കിൽ കാര്യം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാവും. കെനി കെഞ്ചും, പ്ലീസ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങളായിരുന്നോ യഥാർത്ഥ രാജാവ് ലോർഡ് റേസ്, എനിക്കത് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നത്, അതറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു, കൊല്ലരുത്, എന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കണം, നിങ്ങൾ രാജാവായി മാറിയാൽ നിങ്ങളുടെ വലങ്കയായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കെഞ്ചി ആണെങ്കിൽ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് അവരാണെങ്കിൽ പരസ്പരം നോക്കും. ആണെങ്കിൽ അവനെ താഴെ ഇറക്കും. അടുത്ത നിമിഷം ആ ടൈറ്റന്റെ അകത്തുണ്ടായിരുന്ന ആള് ഇപ്പോ കെനിയുടെ അടുത്തേക്ക് വരികയാണ്. കെനിയാണെങ്കിൽ അവന്റെ നേർക്ക് ഗണ്ണ് പോയിന്റ് ചെയ്യും. അടുത്ത നിമിഷം അപ്പോഴത്തെ രാജാവായിട്ടുള്ള ആള് കെനിക്ക് മുൻപിൽ മുട്ടുകുത്തും. ഞാനും എന്റെ ഫാമിലിയും കാരണം അക്രമാൻ ഫാമിലിക്ക് പറ്റിയ ട്രാജഡീസ് അല്ല എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ചെറിയ മതിലുകൾക്കുള്ളിൽ ഇതുവരെ ഒരു സന്തോഷം നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവ സാഷ്ടാംഗം പ്രണമിക്കും. ഇനിയാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ആ ടൈറ്റൻ രൂപം കണ്ടിട്ടല്ല, മറിച്ച് അത്രയും വലിയൊരു രാജാവ് അവന്റെ മുൻപിൽ തലകുലിച്ചപ്പോഴാണ് കെനി ശരിക്കും ഷോക്കായത്. അതുകൊണ്ട് തന്നെ കെനിയാണെങ്കിൽ ോടൊപ്പം കൂടിച്ചേർന്ന് അവരിലൊരാളായി വർക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് അവൻ അവരിലൊരു ടീമായി മാറിയത്. അങ്ങനെ കട്ട് ചെയ്ത യോരയെക്കുറിച്ച് പറഞ്ഞവൻ പിന്നീട് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല. യോരയുടെ ഒരു വാലാട്ടി പട്ടിയായി ഞാനായിരുന്നു പിന്നീട് ആ മീറ്റിംഗിലെല്ലാം ഉണ്ടായിരുന്നത്. അതായിരുന്നു എന്റെ പുതിയ തൊഴിൽ. അക്രമാൻ കുടുംബത്തോടുള്ള വേട്ടയാടൽ അവിടെ വെച്ച് അവസാനിച്ചു. പക്ഷെ പകൽ വെളിച്ചത്തിൽ എനിക്ക് കൈയും വീശി നടക്കാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷെ എന്റെ ശത്രുക്കൾക്ക് അതിന് നല്ല രീതിയിലുള്ള കുറവുണ്ടായിരുന്നു. കൂച്ചൽ എന്ന് പറയുന്ന ലേഡിയെ കാണാൻ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവിടെ എത്തി പറയാൻ കഴിഞ്ഞത് അവൾ സുഖമില്ലാതെ കിടപ്പിലായി എന്നാണ്. ഞാൻ കൂച്ചലിനെ കണ്ടു. എന്തുപറ്റി, നീ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞു ക്ഷീണിച്ചു മെലിഞ്ഞു പോയല്ലോ, ഞാൻ അവളോട് ചോദിച്ചു. ആ സമയം അടുത്തുനിന്ന് എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അവിടെ ഒരു ക്ഷീണിച്ച് മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരു പയ്യൻ. ആ പയ്യനാണെങ്കിൽ അവനോട് പറയും, അദ്ദേഹം അവൾ മരിച്ചുപോയി. അത് കേട്ട് അവൻ ഷോക്കാവും. അവനാണെങ്കിൽ ആ പയ്യന്റെ പേര് ചോദിക്കും. ആ പയ്യനാണെങ്കിൽ അരണ്ട ശബ്ദത്തിൽ മറുപടി പറയും, ലീവായി, വെറും ലീവായി. അത് കേട്ട് അവന്റെ ബാഗ് താഴെ പോവും. എന്റെ പേര് കെനി, വെറും കെനി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ലീവായെ അവനോടൊപ്പം കൂട്ടും. സത്യത്തിൽ അവനെ വളർത്താതെ വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല. പക്ഷെ അവനെ വളർത്താൻ മാത്രം യോഗ്യനല്ല ഞാൻ. വലഞ്ഞിരുന്ന അവന് ഞാൻ ഇഷ്ടം പോലെ കഴിക്കാൻ ആഹാരങ്ങൾ വാങ്ങിക്കൊടുത്തു. അവനത് ആർത്തിയോടുകൂടെ വലിച്ചു വാരി തിന്നുന്നത് ഞാൻ നോക്കി നിന്നു. പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എങ്കിലും കത്തി എങ്ങനെ പിടിക്കാം, ശത്രുക്കളെ എങ്ങനെ നേരിടാം, കത്തി കൊണ്ട് എങ്ങനെ വെൽക്കം ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തു. അണ്ടർഗ്രൗണ്ടിൽ അറിയാവുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മുകളിലേക്ക് വരുമ്പോൾ അത് അവന് ഉപകാരമാവട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇന്റീരിയൽ സ്ക്വാഡും അതുപോലെ തന്നെ രാജാവും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ദൂരത്തായിട്ട് റിപ്പർ കെനിയും സാനസും അവർ രണ്ടുപേരും ആ കാര്യങ്ങൾ അങ്ങനെ നോക്കി നിൽക്കും. റിപ്പർ കെനിയാണെങ്കിൽ സാനസിനോട് ചോദിക്കും, നിനക്ക് രാജാവിനെ ഒരുപാട് സ്നേഹവും വിശ്വാസവും ഒക്കെ ആണല്ലേ? അതിനവൻ പറയും, അതെ, അദ്ദേഹത്തോട് അത്രയും വലിയ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഞാൻ ചെയ്തു നൽകുന്നതും. അതിരിക്കട്ടെ റിപ്പർ കെനി, നിനക്ക് എന്തുകൊണ്ടാണ് രാജാവിനോട് ഇത്രയും സ്നേഹവും ബഹുമാനവും? അതിന് റിപ്പർ കെനി പറയും, ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കും എനിക്ക് ആ ബഹുമാനം അദ്ദേഹത്തോട് തോന്നിയത്. എന്റെ പെങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഒരു മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ കൂടുതൽ പവർഫുൾ ആവണം, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കിങ് ഓറയും കെനിയും അവർ രണ്ടുപേരും ഒരു നദിയുടെ അറ്റത്ത് അങ്ങനെ ഇരിക്കുകയാണ്. കിങ് ആണെങ്കിൽ ഇപ്പൊ കെനിയോട് പറയും, ഇനി അധിക ദൂരം മുൻപോട്ടേക്ക് പോകാൻ കഴിയില്ല. അതിന് കെനിയാണെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കും, അതെ, വീരശൂര പരാക്രമിയായിട്ടുള്ള നിങ്ങൾക്കിപ്പോൾ ഒരുപാട് രോഗമൊക്കെ പിടിപെട്ട് കഴിഞ്ഞു, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ തട്ടിപ്പോവാം. അതിനാള് പറയും, അതുകൊണ്ട് മാത്രമല്ല, എന്റെ ഈ പവർ എത്രയും വേഗം റേസ് കുടുംബത്തിലുള്ള ഒരാൾക്ക് കൊടുക്കണം, ഇതിനോടൊപ്പം എന്റെ ഈ സ്ഥാനവും. അങ്ങനെ
ഞങ്ങളുടെ റൈസ് കുടുംബത്തിന്റെ എല്ലാ പ്രതാപവും മുൻപോട്ടേക്ക് പോകും. പക്ഷേ അധികം നാള് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കില്ല. എൻ്റെ റൈസ് ഫാമിലിയുടെ ഓർമ്മകളിൽ ഞാൻ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ നീ വയലൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. വലിയ ശത്രുക്കളായിരുന്ന, തമ്മിൽ കൊല്ലാൻ മാത്രം കരുതിയിരുന്ന നമ്മൾ രണ്ടുപേരും ഇപ്പം നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് കേട്ട് കെനി പറയും, എൻ്റെ രാക്ഷസ കൈകൾ ഉപയോഗിച്ച് എന്നെ ഞെരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്നെ കൊന്നിട്ടുണ്ടാവും. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് നടന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതിപ്പോഴും ഓർക്കുമ്പോഴും എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നാറുണ്ടെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കിങ് ആണെങ്കിൽ തന്റെ പവർ ഫ്രീഡയ്ക്ക് കൈമാറും. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി രാജാവ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന്. പിന്നീട് ഞാൻ ഇന്റീരിയൽ സ്ക്വാഡിന്റെ നേതാവായി മാറി. പക്ഷെ അപ്പോഴും എൻ്റെ ലക്ഷ്യം രാജാക്കന്മാരുടെ അല്ലെങ്കിൽ റൈസ് ഫാമിലിയുടെ കയ്യിലുള്ള ഒരു വലിയ ടൈറ്റൻ ശക്തി മാത്രമായിരുന്നു. ടൈറ്റന്റെ ശക്തി, അനകമ്പ, അതെല്ലാം തന്നെ എനിക്കും തിരിച്ചറിയണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ മരച്ചോട്ടിലിരുന്ന് കെനിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴായിരിക്കും ലീവായും സോൾജറും അവിടേക്ക് വരിക. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം വെളിവാക്കപ്പെടുക. വർഷങ്ങളായിട്ട് കിങ്ങുകളെ സപ്പോർട്ട് ചെയ്തോ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഫാമിലിയായിരുന്നു അക്രമാൻ ഫാമിലി. എന്നാൽ ഇത്രമായ എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്ന കാരണത്താൽ അക്രമാൻ ഫാമിലിയെ അവർ വേട്ടയാടാനും ഇല്ലാതാക്കാനും തുടങ്ങി. ഇവയാണെങ്കിൽ അവനോട് പറയും, ഓൾറെഡി നിന്റെ ദേഹത്ത് ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. രക്തം വാർന്ന് അധിക സമയത്തിനുള്ളിൽ തന്നെ നീ മരണത്തിന് കീഴടങ്ങും. ഉടനെ കെനിയാണെങ്കിൽ ഒരു ബോക്സ് കാണിച്ചു കൊടുക്കും. അത് ലോർഡ് റൈസിന്റെ ആ ഒരു ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ടൈറ്റനായി മാറാനുള്ള നീഡിലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കെനിയാണെങ്കിൽ അവനോട് പറയും, ഈ നീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എനിക്കും ഒരു ടൈറ്റനായി മാറാൻ കഴിയും. മണ്ടനായ ഒരു ടൈറ്റൻ. അത് കേട്ട് ലീവായി ആണെങ്കിൽ അവനോട് ചോദിക്കും, ഇത്രയും സമയം നിനക്കുണ്ടായിട്ടും നീ എന്തുകൊണ്ടത് ചെയ്തില്ല? ഞാൻ കുത്തിവെക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ശരിയായ രീതിയിൽ കുത്തിവെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവന് സംഭവിച്ച പോലെ എനിക്ക് സംഭവിക്കും. ഒരു വിഡ്ഢിയായ ടൈറ്റനായി അവസ്ഥയിലേക്ക് ഞാൻ മാറും. അങ്ങനെ മാറാൻ പാടില്ല. എനിക്ക് പവർ വേണം. പക്ഷെ എന്തിനാണ് അവൻ അപ്രകാരം ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറയും. ഇവിടെ ലീവായിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഒരുപാട് കൺഫ്യൂഷൻ തോന്നും. ഉടനെ കെനിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. സത്യത്തിൽ ഞാൻ പരിചയപ്പെട്ടവരെല്ലാവരും ഒരുപോലെയായിരുന്നു. മദ്യം, പെണ്ണ്, രാജാവ്, കുടുംബം, കുട്ടികൾ, സ്വപ്നം, പവർ, വിശ്വാസം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവരും ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞ് അവൻ അൺകോൺഷ്യസ് ആവുകയാണ്. ഉടനെ ലീവായി ആണെങ്കിൽ കെനിയോട് ചോദിക്കും, കെനി, ഇപ്പൊ നിന്റെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നീ എന്താണെന്ന് തുറന്നു പറയും. നീ എന്തുകൊണ്ടാണ് മനുഷ്യകുലത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്? അതിന് കെനിയാണെങ്കിൽ അവനോട് പറയും, അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ലീവായി ആണെങ്കിൽ അവനോട് ചോദിക്കും, ആ പെൺകുട്ടി എൻ്റെ അമ്മ, അവൾ ആരാണ്? ഞാനും അക്രമൻ ഫാമിലിയിലെ ഒരു മെമ്പർ അല്ലേ? സത്യത്തിൽ നിങ്ങൾ ആരാ? അതിന് കെനിയാണെങ്കിൽ അവനോട് പറയും, അവൾ മറ്റാരുമല്ല, എൻ്റെ അനുജത്തിയാണ്. ഞാൻ അവളുടെ ചേട്ടനാണ്. എന്തിനാണ് നിങ്ങൾ അന്നെ ഉപേക്ഷിച്ചു പോയെന്ന് ലീവായി ചോദിക്കും. അതിനവനാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആ ബോക്സ് ഇപ്പൊ ലീവായി ഏൽപ്പിക്കും. നിനക്കൊരു അച്ഛനായി നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവിടെ മരിച്ചു പോവാണ്. കട്ട് ചെയ്ത എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇപ്പൊ ഹിസ്റ്റോറി ആണെങ്കിൽ രാജകുമാരിയായിട്ട് അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഒരു സെക്കൻഡ് അവൾ അവസാനം പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ഈ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കണം. ജനങ്ങൾ തമ്മിലുള്ള അതിർവരമ്പ് അത് മാറ്റണം. അവൾ ഒരിക്കലും അപ്രകാരം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് എർവിൻ സ്മിത്ത് ചിന്തിക്കും. അതേസമയം കേളി പോയി കിടക്കുന്ന നമ്മുടെ റെയ്നറിനെ കാണിക്കും. ബെർണോൾഡ് ആണെങ്കിൽ റെയ്നറിനെ അതിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഞാൻ വിജയിച്ചു. ആനയെ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. ഇപ്പൊ കോണ്ടിനെന്റ് അത് വീണ്ടെടുക്കുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധ പാലിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ ആ കുരങ്ങന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നതോടു കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.